മലയാളി ഭാഷ പഠിച്ചെങ്കിൽ 10 രൂപ ഉണ്ടാക്കണം. മലയാളി ഭാഷ പഠിച്ചില്ലെങ്കിൽ 10 രൂപ ഉണ്ടാക്കാൻ പറ്റൂല. ഇത് ബസ്സായിരുന്നാ നമ്മുടെ ഹലോ ഗേസ്, നമ്മുടെ നേപ്പാൾ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. മറ്റു വീഡിയോസ് കാണാത്തവർ നമ്മളെ ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയർ കാണാൻ പോയതാണ്. ദർബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറേ പരമ്പരാഗതമായിട്ടുള്ള ക്ഷേത്രങ്ങളും പുരാതനമായിട്ടുള്ള കുറേ നിർമ്മിതികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്. തമേൽ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഒരുപാട് ഭൂചലനങ്ങളും മറ്റും ഇവിടെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇവിടുത്തെ പല നിർമ്മിതികളിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ അറ്റകുറ്റപ്പണികൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ദർബാർ സ്ക്വയറിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്, പക്ഷേ മറ്റൊരു ഭാഗത്ത് തകർന്നു കിടക്കുന്നതും വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഇന്ത്യൻസിന് ടിക്കറ്റ് വേണം. ഇന്ത്യൻസിന് മാത്രമല്ല ഫോറിനേഴ്സിനൊക്കെ ടിക്കറ്റ് വേണം. 500 രൂപയാട്ടോ ഇവിടെ ടിക്കറ്റിന്. പക്ഷേ നേപ്പാളിലുള്ള ആളുകൾക്ക് ഇവിടെ സൗജന്യമാണ്. നമ്മൾ ലഗേജും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ സിമ്പിളായിട്ട് കയറാൻ പറ്റുമെങ്കിൽ നേപ്പാളീസിൻ്റെ കൂടെ നടന്നങ്ങോട്ട് കയറിയാൽ നമുക്ക് ദർബാർ സ്ക്വയറിലേക്ക് കയറാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കുറേ ആളുകൾ അവിടുന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ സേവ് ദ ഡേറ്റ് ഒക്കെ ആളുകൾ എടുക്കുന്നത് ഇവിടുന്നാണ്. അതിന് വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി വന്ന ഒരുപാട് മണവാട്ടികളും മണവാളന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനൊരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അതിൻ്റെ ഹിസ്റ്ററി അവരെ ഗൈഡുമാർ സായിപ്പന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ എടുത്തിട്ട് പോകുന്നുണ്ട്. ദർബാർ സ്ക്വയറിൻ്റെ ഈ ഒരു ഭാഗം വളരെ മനോഹരമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നിർമ്മിതിക്ക് അധികം കാലപ്പഴക്കമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷേ അത്രയും നല്ലൊരു കൺസ്ട്രക്ഷൻ മികവ് തന്നെ അതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ കുറച്ചധികം സമയം തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി സൈക്കിൾ റിക്ഷയും വാഹനങ്ങളും ഒക്കെ പോകുന്നുണ്ട്. ചില ഏരിയയിലേക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. കുറേ ഏരിയ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മളവിടുന്ന് തിരിച്ചു വരുമ്പം ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ഇന്ത്യക്കാരൻ നടത്തുന്ന ഹോട്ടലാണ്. നമുക്കവിടെ ചോറും കറികളും ഒക്കെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കൊരു ലൈക്ക് തോന്നി. കാരണം കുറേ കാലമായി കേരളത്തിൽ നിന്ന് വിട്ടിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കേരള ഫുഡുമായിട്ട് സാമ്യമുള്ളത് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ചോറും ബീഫ് കറിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഒരു 100% കേരള ഫുഡിനോട് സാമ്യം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ചോറ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പണ്ട് ഗൾഫുകാരെ പറഞ്ഞ പോലെ കുബൂസും മയോനീസും എന്ന് പറഞ്ഞ പോലെ എല്ലാ സമയത്തും മോമോസും നൂഡിൽസും തന്നെയായിരുന്നു ഭക്ഷണം. മോമോസാണ് ഇവിടുത്തെ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഭക്ഷണ പദാർത്ഥം. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ബീഫ് കറിയും ചോറും ഒക്കെ തിന്ന്. നല്ല അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു. ചോറ് നമ്മളെ കേരളത്തിൽ കിട്ടുന്ന റേഷൻ അരി ആയിട്ട് കുറച്ച് സാമ്യം കൂടുതലാണ്. പക്ഷേ ബീഫ് കറിക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാൾ കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ട് ബീഫ് കറി. നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. പക്ഷേ നമ്മളെ ബഡ്ജറ്റ് ഒന്ന് കാലിയായിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ മണി എക്സ്ചേഞ്ച് പോയി. പക്ഷേ അവർ പറഞ്ഞ് ഇന്ത്യൻ കറൻസി ഇവിടുന്ന് മാറി കിട്ടൂല എന്ന്. അപ്പോൾ നമ്മൾ കറൻസി മാറാനൊന്ന് തിരഞ്ഞ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. ഒരു തുമ്പീനെ പോലുള്ള ഒരു വണ്ടിയൊക്കെ കണ്ട്. ഇത് നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വെറൈറ്റി വണ്ടി തന്നെയാണ് കേട്ടോ. അവിടുത്തെ ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് ടൗൺ അത്ര റഷൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന മാർക്കറ്റുകളാണ് നല്ല റഷ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ലുംബിനിയിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുവേണ്ടി കാഠ്മണ്ഡു ബസ് സ്റ്റേഷനിൽ വന്ന് ബസ് കയറാൻ നിന്നതാണ്. അവിടുന്ന് പരിചയപ്പെട്ടതാണ് മലയാളം പറയുന്ന ഒരു നേപ്പാളിനെ. പുള്ളി നല്ല അസ്സലായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ പിടിച്ചുകൊണ്ടുപോകാൻ നോക്കി. പക്ഷേ പുള്ളിക്കാരൻ മലയാളം പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പുള്ളിയുടെ ബസ്സൊക്കെ പോയി കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മളൊന്നും നോക്കിയില്ല. അതിൽ തന്നെ ടിക്കറ്റ് എടുത്തു. 900 നേപ്പാളിയാണ് ആവശ്യപ്പെട്ടത്. നമുക്ക് ഇന്ത്യൻ രൂപ മൂപ്പര് തന്നെ മാറി തന്നു. ആ പൈസ എടുത്തിട്ട് നമ്മൾ ബസ്സിനും കൊടുത്തു. ബാക്കി കുറച്ച് പൈസ കയ്യിലും വെച്ചു. ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടോ. നമ്മളെ നാട്ടിലെ പോലെയല്ല, ഇവർ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഇനി ലുംബിനിയിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്